നമസ്കാരം. ആർഷഭാരതത്തിൻ്റെ പേരും പെരുമയും ഹിമഗിരി സിംഹങ്ങൾക്കും അലയാളികൾക്കും അകലെത്തിച്ച വീരഭാരത സമ്രാട്ട് അശോകൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു സംഭവ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കഥ സമ്രാട്ട് അശോകൻ. മഗധാധിപനാം മൗര്യനശോകൻ മാനവധർമ്മ മഹാമഹൻ വീരൻ വീരാധിരാജനശോകൻ മൗര്യരാജകുലശ്രേഷ്ഠൻ മൗര്യരാജകുലശ്രേഷ്ഠൻ. മഗധയിലെ അശോകൻ്റെ കൊട്ടാരം. അമ്പല ചുംബിയെ നിൽക്കുന്ന വെൺതാഴികക്കുടം. കുടങ്ങളാൽ വെള്ളിമേഹങ്ങളെ പുൽകി മന്ദിരമുന്നതാനിൽപ്പൂ മന്ദിരമുന്നതാനിൽപ്പൂ. അതാ ആ രാജവീതിയിലൂടെ ഒരു ദൂതൻ അതിവേഗം കുതിരപ്പുറത്ത് വരികയാണ്. പതിക്കെ പതിക്കെ ആ കുളമ്പടി ശബ്ദം അവിടെ നിന്നു. ആ ദൂതൻ രാജാവിനെ മുഖം കാണിച്ചു. എന്നിട്ട് ഒരു സന്ദേശം രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് ആ സന്ദേശം വായിച്ചു. ആ മുഖം ബീഭത്സമായി. എന്ത്? നമ്മെ ചക്രവർത്തിയെ അംഗീകരിക്കാൻ തയ്യാറല്ല പോലും. അദ്ദേഹം അലറി, ആരെവിടെ? ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സേനാനായകൻ ചന്ദ്രസേനൻ അവിടെ എത്തി. അതിസുന്ദരനായ യുവാവ്, ചന്ദ്രവദനം ചന്ദന നിറവും ചന്ദ്രസേനനു ചേരും. ചന്ദ്രവദനം ചന്ദന നിറവും ചന്ദ്രസേനനു ചേരും. ചന്ദ്രസേനൻ സേനാനായകൻ മാത്രമല്ല, ചക്രവർത്തിയുടെ മകൾ സംഘമിത്രയുടെ ഭാവി വരൻ കൂടിയാണ്. ചന്ദ്രസേന, കലിംഗ രാജാവ് നമ്മെ ചക്രവർത്തിയെ അംഗീകരിക്കാൻ തയ്യാറല്ല പോലും. ഉടൻ തന്നെ യുദ്ധത്തിനായി തയ്യാറായിക്കൊള്ളുക. അതാ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായി ചന്ദ്രസേനൻ ചക്രവർത്തിയുടെ അനുവാദത്തോടെ തൻ്റെ പ്രാണപ്രേയസിയായ സംഘമിത്രയെ ചെന്ന് കണ്ടു. സംഘമിത്ര ചന്ദ്രസേനന് കുങ്കുമത്തിലകം അണിയിച്ചു. വീരനിൽ വീരനായി വീരാതിവീരനായി പോരിൽ ജയിച്ചു വരൂ, നിൻ വിജയത്തിൻ്റെ മാതുലി കേൾക്കുവാൻ കാതോർത്തു ഞാനിരിക്കും, കാതോർത്തു ഞാനിരിക്കും. അപ്പോഴേക്കും അങ്ങകളെ യുദ്ധപേര് മുഴങ്ങിക്കഴിഞ്ഞു. അതാ യുദ്ധം തുടങ്ങി. അശോകന്റെ മൂലസേനവും കലിംഗസേനയും തമ്മിൽ പുരഞ്ഞ് പോരാടുകയാണ്. കലിംഗ രാജ്യത്തിൻ്റെ അതിരുകളെ കടന്നു പോവുക വേഗം. അശോകനാണിന്നി ലോകത്തിൻ അജയനായൊരു ശക്തി, അജയനായൊരു ശക്തി. അശോകന്റെ മൂലസേനവും കലിംഗസേനയും തമ്മിൽ പുരഞ്ഞ് പോരാടുകയാണ്. ഒരു സാമ്രാട്ടിൻ സാമ്രാജ്യ കുതി പടച്ചു വിട്ടൊരു മോഹം ദാഹം ഉയർന്നു പൊങ്ങുമൊയ് നശിച്ച വേലയിൽ മരിച്ചു വീണു ദിനദേവൻ, മരിച്ചു വീണു ദിനദേവൻ. യുദ്ധം അവസാനിച്ചു. അശോകന്റെ മൂലസേനം വിജയിച്ചു. വിജയവാർത്തയറിഞ്ഞ് ചക്രവർത്തിയും സംഘമിത്രയും യുദ്ധക്കളത്തിലെത്തി. വിജയോന്മാദത്തിലാറാടിയെത്തി വിജയാം സാമ്രാട്ട് അശോകൻ. അവർ യുദ്ധക്കളത്തിലെത്തി. അപ്പോഴതാ ഒരു ഭടൻ ഓടിക്കിരച്ചു വരുന്നു. പ്രഭു, സേനാനായകന് മുറിവേറ്റു പ്രഭു. ഇടികേട്ട സംഘമിത്ര അലമുറയിട്ട് വിളിച്ചു. സംഘമിത്ര ചന്ദ്രസേനന്റെ അടുത്തേക്ക് ഓടുകയാണ്. എവിടെ എവിടെ എൻ്റെ ചന്ദ്രസേനൻ? അയ്യോ, എൻ്റെ ചന്ദ്രസേനൻ എന്തു പറ്റി? എവിടെ? അതാ രക്തത്തിൽ കിടന്ന് പിടയുകയാണ് ചന്ദ്രസേനൻ. ചന്ദ്രസേന, കണ്ണ് തുറക്കൂ ചന്ദ്രസേന. അങ്ങയുടെ സംഘമിത്ര അങ്ങയെ കാണാൻ എത്തിയിരിക്കുന്നു. കണ്ണ് തുറക്കൂ ചന്ദ്രസേന. ചന്ദ്രസേനൻ പതിയെ പതിയെ കണ്ണുകൾ തുറന്നു.
അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചന്ദ്രസേനൻ എന്തോ പറയാനായി ചുണ്ടുകളണക്കി. പക്ഷേ കരഞ്ഞില്ല. നിമിഷങ്ങൾക്കകം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ചന്ദ്രസേന, പോകല്ലേ ചന്ദ്രസേന, അങ്ങയുടെ സംഘമിത്രയെ വിട്ടിട്ട് പോകല്ലേ ചന്ദ്രസേന. പക്ഷേ ചന്ദ്രസേനൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് വന്ന ചക്രവർത്തി പറഞ്ഞു, മകളെ, എല്ലാം സംഭവിച്ചു. നമുക്കിനി കൊട്ടാരത്തിലേക്ക് പോകാം. ഇല്ല ചാ, ഇല്ല. ചന്ദ്രസേനൻ ഇല്ലാത്ത കൊട്ടാരത്തിലേക്ക് എനിക്കിനി വരാനാവില്ല അച്ഛാ. അങ്ങക്ക് സാമ്രാജ്യം മതിയായില്ലേ? ഈ യുദ്ധം മതിയായില്ലേ? എൻ്റെ ചന്ദ്രസേനനെ യുദ്ധം ചെയ്യാൻ ഉണർത്തരുതേ. അപ്പോൾ അങ്ങ് അകലിൽ നിന്നും ഒരു മന്ത്രോച്ചാരണം കേട്ടു. ബുദ്ധം ശരണം, സംഘം ശരണം, ധർമ്മം ശരണം ഗച്ഛാമി. ബുദ്ധം ശരണം, സംഘം ശരണം, ധർമ്മം ശരണം ഗച്ഛാമി. കുറെ ബുദ്ധിപശുക്കൾ ആ യുദ്ധക്കളത്തിലേക്ക് വരികയാണ്. അവരെല്ലാം നോക്കിയിട്ട് ചക്രവർത്തിയോട് ചോദിച്ചു, നോക്കൂ നരാധിപ, നിന്നരവേട്ടയാൽ ആർത്തലയ്ക്കുന്നൊരു ജനത്തെ, നിൻവാൾ മൂന കൊണ്ട് തീർത്തൊരു ശോകത്തെ, നിൻ ചെങ്കോൽ കൊണ്ട് തുടച്ചു മാറ്റൂ. എന്തിനീ യുദ്ധവും, എന്തിനീ രാജ്യവും, എന്തിനീ ചോര പുഴകളും, ബുദ്ധന്റെ ധർമ്മങ്ങൾ ഓർക്കുക ഭൂപതി, ബുദ്ധന്റെ മാർഗം നമുക്കു നയിച്ചിടാം. ഇതെല്ലാം കണ്ടും കേട്ടും സംഘമിത്രയുടെ ഭാവി ഓർത്തും ചക്രവർത്തി ലജ്ജിച്ച് തല താഴ്ത്തി. ആ രണഭൂമിയിൽ വെച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ചക്രവർത്തി തന്റെ പടവാളും ചെങ്കോലും വലിച്ചെറിഞ്ഞു. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ല. ബുദ്ധമന്ത്രങ്ങൾ ഉരുവിട്ടു ഞാനിനി ബുദ്ധന്റെ ഉത്തമാ ഭിക്ഷുവായി തീരും. അഹിംസാ മന്ത്രത്തിൻ നായകനായി ഞാൻ, അഹിംസാ മന്ത്രത്തിൻ നായകനായി. ബുദ്ധം ശരണം, സംഘം ശരണം, ധർമ്മം ശരണം ഗച്ഛാമി. ദം ശരണം, സംഘം ശരണം, ധർമ്മം ശരണം ഗച്ഛാമി. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.